അപ്പോൾ എന്തായാലും അവസാന നിമിഷം ദിവസം ഈ മേളയുടെ കൊടി ഇറങ്ങാൻ പോവുകയാണ്. സമാപന സമ്മേളനം നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്കയാണ് ഇവിടെ വന്ന് വിശിഷ്ടാതിഥിയായി എത്തുക. എല്ലാവർക്കും ഒരു സങ്കടമൊക്കെ ഉണ്ട് ഈ മേള അവസാനിക്കുന്നതിൽ. എങ്കിലും ഈ സമാപന സമ്മേളനം അതിഗംഭീരമാക്കി തീർക്കാൻ സംഘാടകർക്ക് ഇണഞ്ഞ് ശ്രമിക്കുന്നുണ്ട്. എന്തായാലും അവരുടെ ആ ഒരു ശ്രമങ്ങളെല്ലാം നമുക്ക് ഈ കഴിഞ്ഞ 4 ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്. മികവുറ്റ സംഘാടനമായിരുന്നു. ഈ സമാപന സമ്മേളനത്തിന് മമ്മൂക്കയെ കാണാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുകയുമാണ്. അപ്പോൾ എന്തായാലും നമ്മോടൊപ്പം നമ്മുടെ നെടും തൂണുകളായ എല്ലാവരും ക്യാമറയ്ക്ക് മുന്നിൽ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കില്ല. എന്തായാലും 3 പേര് നമ്മോടൊപ്പം ഉണ്ട്. വിനീഷ്, അക്ഷയ, മനീഷൻ. വിനീഷ്, അഖിൽ. അപ്പോൾ വിനീഷാണ്. അഖിൽ നമുക്ക് സ്റ്റോറികളൊക്കെ കൃത്യമായിട്ട് എത്തിച്ചുകൊണ്ടിരുന്നു. വിനീഷാണ് ഇതിൻ്റെ എല്ലാ ഒരു കോർഡിനേഷൻ. അക്ഷയ്, മനീഷുമാണ് എൻ്റെ കരുത്ത്, എൻ്റെ ധൈര്യം. ഇവർ 2 പേരുമാണ്. ഇവരാണ് എൻ്റെ പ്രൊഡ്യൂസേഴ്സ്. ഇവിടുത്തെ പ്രൊഡ്യൂസേഴ്സ് ഇവരാണ്. നമ്മുടെ ഈ 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് പ്രേക്ഷകരിലേക്ക് നമുക്ക് പ്രത്യേകവും ഈ കലോത്സവ വിശേഷങ്ങൾ എത്തിക്കാനുള്ളൊരു സമയം കിട്ടുമ്പോൾ ഇവർ 2 പേരുമാണ്. ചേച്ചി, ഞങ്ങളെല്ലാം സെറ്റ്, എല്ലാം റെഡി എന്ന് പറഞ്ഞ് എന്നോടൊപ്പം ഓടി നടന്നത്. മനുഷ്യമോനെ എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മൾ വന്ന ദിവസമാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്. ഇത്ര പെട്ടെന്ന് ഇതെല്ലാം ഇന്ന് തീരുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് നമ്മളൊരു ടീമിനെ ഭയങ്കര മിസ് ചെയ്യും. അതുമാത്രമല്ല ഇവിടെ നമ്മൾ ഓരോ ദിവസവും കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആ കുട്ടികളുടെ വൈബ്, അവർ നമ്മുടെ പവലിയനിൽ വരുമ്പോൾ അവരുടെ പെർഫോമൻസ്, ഇവിടുത്തെ ആളുകൾ. ഇന്നലെ ഇവിടെ നിൽക്കാൻ സ്ഥലമില്ലാത്ത രീതിക്ക് ഈ ആശ്രമ മൈതാനം നമുക്കറിയാം എത്ര സ്ഥലമാണ്. അവിടെ നിൽക്കാൻ പറ്റാത്ത രീതിക്കുള്ള തിരക്ക്. എന്തായാലും ലക്ഷ്മി ചേച്ചിയും ഞാനും നമ്മുടെ ടീമും എല്ലാം എൻജോയ് ചെയ്തു. അത്രേ എനിക്ക് പറയാനുള്ളൂ. അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. നമ്മുടെ ഒരു ടീമിനെ ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. കാരണം ഈ വാർത്തകളുടെ വളരെ സീരിയസ് ആയ വാർത്തകളുടെ തിരക്കിലേക്ക് ഇനി തിരിച്ച് നമ്മൾ പോവുകയാണല്ലോ അല്ലേ? പക്ഷെ അതിനിടെ വലിയൊരു ചേഞ്ച് വരുന്നു നമുക്ക് ഈ കലോത്സവം എന്ന് പറഞ്ഞാൽ. അക്ഷയ മോളെ എന്താ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഒരു പ്ലാനും ഇല്ലാണ്ടാണ് ഇങ്ങോട്ട് വന്നത്. എന്ത് ചെയ്യണം, എനിക്ക് മനുഷ്യനൊരു പ്ലാനും ഇല്ലായിരുന്നു. തുടക്കക്കാരാണ് നമ്മുടെ കലോത്സവത്തിലെ പറയാം ഒന്നും, പക്ഷേ എന്തൊക്കെയോ ചെയ്യാൻ പറ്റിയെന്നുള്ളൊരു ഭയങ്കര ഒരു ഇതുണ്ട്. പിന്നെ ഇവരെല്ലാവരും മിസ് ചെയ്യും. ഇവർ തന്നൊരു സപ്പോർട്ട്, എല്ലാവരും നമ്മുടെ പീസാറിലുള്ളവരായിരുന്നാലും എല്ലാവരും ഞങ്ങൾക്ക് തന്നൊരു സപ്പോർട്ടുണ്ട്. അതുകൊണ്ടാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയത്. അവർ ഞങ്ങൾക്കായിട്ട് വിട്ടുതന്നു, നിങ്ങൾ ചെയ്തോ എന്നുള്ള സംഭവം. ആ ഒരു ഇതിൻ്റെ പുറത്തും അവർ തന്നൊരു ആത്മവിശ്വാസം, അതിലാണ് ഇത്രയും ചെയ്യാൻ പറ്റിയത്. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവർക്കും ക്യാമറ ഹരിച്ചേട്ടൻ ഉൾപ്പെടെ, ഹരിച്ചേട്ടനാണ് ആദ്യമായിട്ട് ഞങ്ങളൊരു സ്റ്റോറി വരെ എടുത്തത്. ഞങ്ങൾക്ക് തന്ന സപ്പോർട്ട് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഇത്രയും നന്നായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് അവർ തന്നൊരു പിന്തുണ കൊണ്ട് മാത്രമാണ്. ഈ കലോത്സവം ഓരോ ജില്ലകളിൽ നടക്കുമ്പോൾ നമ്മുടെ അവിടുത്തെ ഗ്രൗണ്ട് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ബ്യൂറോയിൽ അല്ലേ ആരാണ് ചുമതല എന്നുള്ളതാണ്. ആ ഒരു കാര്യത്തിൽ നമ്മുടെ കൊല്ലം ബ്യൂറോയിലെ മിഥുനും നമ്മുടെ ഹരിയാണ് ഇപ്പോൾ ഞങ്ങളുടെ ഈ ദൃശ്യങ്ങളൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന. ഹരിക്ക് സ്പെഷ്യൽ താങ്ക്സ്. ഹരി വൈകുന്നേരം കലാകാരനായിട്ട് വേഷം മാറി നമ്മുടെ പവലിയന് മുന്നിലെത്തി കോർഡിനേറ്ററുടെ വേഷമൊക്കെ ഇടാറുണ്ട്. മിഥുനുണ്ട്. എന്തായാലും വിനീഷിനോട് ചോദിക്കും. വിനീഷ്, നമ്മളിപ്പോൾ ഈ കുട്ടികളുടെ എക്സ്പീരിയൻസ് ഒക്കെ കേട്ടത് എങ്ങനെ ഉണ്ടായിരുന്നു? ഇവരുടെ ഈ ഒരു ഇൻവോൾവ്മെന്റ്, ഒപ്പം തന്നെ നമ്മൾ എത്രത്തോളം എന്താ പറയുന്നത് ഇൻവോൾവ് ചെയ്ത കലോത്സവം പ്രേക്ഷകരിലേക്ക് എത്തിച്ചു, എന്താ പറയാനുള്ളത്? മൊത്തത്തിലൊരു നല്ല ഫീലാണ്. പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ 5 ദിവസം കടന്നുപോയത് എങ്ങനെയാണെന്ന് പോലും നമുക്ക് ഓർക്കാൻ കഴിയുന്നില്ല. കാരണം രാവിലെ 7 മണിക്ക് നമ്മൾ ഈ വേദിയിലേക്ക് എത്തുന്നു, ഈ കലോത്സവ നഗരിയിലേക്ക് എത്തുന്നു. അതിനുശേഷം രാത്രി 10:30 വരെ അർമാദിക്കാണ്. പച്ച മലയാളം തിരുവനന്തപുരം ഭാഷയെ പറഞ്ഞാൽ നമ്മളൊക്കെ അർമാദിച്ച് അങ്ങ് തിമിർത്ത് തകർത്ത ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഒപ്പം തന്നെ നമുക്കൊരു വലിയൊരു ഫീലായിരുന്നു. ഇന്ന് വൈകുന്നേരത്തോടു കൂടി കഴിയുന്നു എന്നൊരു ചിന്തയാണ് ഇപ്പോൾ മനസ്സിൽ നിൽക്കുന്നത്. ഒപ്പം തന്നെ നമുക്കൊരു ചെറിയ പോയിന്റ് നിലയിലൊക്കെ നമ്മൾ ആദ്യഘട്ടത്തിലൊക്കെ കണ്ണൂർ മുന്നിൽ നിന്നു എന്നൊക്കെ നമ്മൾ വലിയ രീതിയിൽ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോഴും പറഞ്ഞത് അവസാന ദിവസങ്ങളിലേക്ക്, അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ കോഴിക്കോട് മുന്നേക്ക് എത്താനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നൊക്കെയാണ് പറഞ്ഞത്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കോഴിക്കോടാണ് 1ാം സ്ഥാനത്ത്. പക്ഷേ കണ്ണൂരുകാർ നമ്മുടെ ഗസ്റ്റ് നേരത്തെ കൊച്ചുകുട്ടി അവൾ പറയുന്നുണ്ടായിരുന്ന കണ്ണൂർ മുന്നിൽ കയറി ഇനി സമയമുണ്ടല്ലോ. നിലവിൽ 901 പോയിന്റാണ് കോഴിക്കോടിനുള്ളത്. 897 പോയിന്റുമായി കണ്ണൂർ 2ാം സ്ഥാനത്തുണ്ട്. എന്തായിരുന്നാലും പറയാൻ പറ്റില്ല ആരായിരിക്കും കപ്പെടുക്കുക. അവസാന നിമിഷത്തിലേക്ക് എത്തുമ്പോൾ ഒരു മേൽക്കൈ കണ്ണൂരിനുണ്ട്. എന്തായിരുന്നാലും നമ്മുടെ ടീമിൻ്റെ ഒരു ഹാർഡായിട്ടുള്ള ഒരു എഫർട്ട്, ആ എഫർട്ട് തന്നെയാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു വിജയം എന്നാണ് നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത്. എല്ലാ മാധ്യമ സുഹൃത്തുക്കളും ഇവിടെ സെറ്റാണല്ലേ? അവരെല്ലാവരും ഓരോരുത്തരും നമ്മൾ ഈ സ്ഥാപനങ്ങൾ മാറിപ്പോകുന്നവരെയൊക്കെ നമ്മൾ ഇവിടെ വെച്ചാണല്ലോ കണ്ടുമുട്ടുകയും കൂടി ചെയ്യുന്നത്. എല്ലാവരും ഓട്ടത്തിലാണ്. എങ്ങനെയുണ്ട് അഖിൽ? എങ്ങനെ ഉണ്ടായിരുന്നു കൊല്ലത്തേക്ക് വന്നപ്പോൾ? കലോത്സവം ആദ്യ തവണയാണല്ലോ, എങ്ങനെ ഉണ്ടായിരുന്നു? അല്ലെ, കലോത്സവം റിപ്പോർട്ട് ചെയ്യാൻ വരുന്നത് ആദ്യ തവണയാണ്. കഴിഞ്ഞ തിരുവനന്തപുരത്തെ കലോത്സവത്തിൽ സംഘാടക സമിതിയിലായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. പിന്നെ അതിനുശേഷം ഒരു റിപ്പോർട്ടിംഗ് എന്ന നിലയിൽ ആദ്യമായിട്ടാണ് ഒരു കലോത്സവ നഗരിയിലേക്ക് വരുന്നത്. ഇതിനു മുമ്പൊക്കെ സംഘാടക വേഷത്തിലായിരുന്നു. പക്ഷേ ഇത്തവണത്തെ എൻ്റെ ഒരു വൈകാരികമായി തോന്നിയത് നമുക്ക് പല ആൾക്കാരുടെയും ജീവിതം
അത് കലയോട് എത്രമാത്രമാണ് ഇണങ്ങിച്ചേർന്ന് നിൽക്കുന്നതെന്ന് കുറച്ചുകൂടി അടുത്ത് അറിയാൻ പറ്റും. കാരണം നമ്മൾ അടുത്തേക്ക് പവലിയനിലേക്ക് എത്തുന്ന, അല്ലെങ്കിൽ നമ്മൾ വാർത്ത ചെയ്യാനായി എത്തുന്ന ഓരോ വിദ്യാർത്ഥികൾക്കും അവർക്ക് പറയാൻ ഒരുപാട് കഥകളുണ്ട്. അവർ ആ വഴിയിലേക്ക്, അതായത് സ്കൂളിൽ നിന്നും ഉപജില്ലയിലേക്കും, ഉപജില്ലയിൽ നിന്നും ജില്ലയിലേക്കും, ജില്ലയിൽ നിന്ന് ഈ സംസ്ഥാന കലോത്സവ വേദിയിലേക്കും എത്താനെടുത്ത ആ എഫേർട്ടിൻ്റെ കഥ, അത് ആ വിദ്യാർത്ഥികൾക്ക് നമ്മൾ നൽകുന്ന ഒരു സപ്പോർട്ടിനും ഒക്കെ അതിനൊരു വലിയ വിലയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കിയ നിമിഷമാണ്. കാരണം അവരുടെ രക്ഷിതാക്കൾ, കാരണം നമ്മുടെയൊക്കെ കാലത്തിനും അപ്പുറത്ത്, കാരണം നമ്മളൊക്കെ ചിലപ്പോൾ കുട്ടിക്കാലത്ത് ഞാനോ അല്ലെങ്കിൽ വിനീഷോ ഒക്കെ ക്രിക്കറ്റ് കളിക്കാനൊക്കെയോ അല്ലെങ്കിൽ കളിക്കാൻ പോകുമ്പോൾ അമ്മമാർ വഴക്കാണ് പറയുന്നത്, പഠിക്കുന്നില്ല, 24 മണിക്കൂറും കളിച്ച് നടക്കുകയാണെന്ന്. പക്ഷെ ഇവിടെ വന്നപ്പോൾ രക്ഷിതാക്കൾ ഇങ്ങനെ കുട്ടികളുടെ കൂടെ മഴയത്തായാലും വെയിലത്തായാലും ചൂടിലായാലും ഒക്കെ അമ്മമാർ നിൽക്കുന്ന, രക്ഷിതാക്കൾ നിൽക്കുന്ന, അവർക്ക് സപ്പോർട്ടായി നിൽക്കുന്ന, ഈ അധ്യാപകർ നിൽക്കുന്ന, അങ്ങനെ ഒരു കൂട്ടായ്മ കൂടി കാണാൻ സാധിച്ചു. പിന്നെ ലക്ഷ്മി സൂചിപ്പിച്ച ഒരു പ്രധാന കാര്യമുണ്ട്, ഈ നമ്മൾ തിരുവനന്തപുരം ബ്യൂറോയിൽ നിന്ന് വന്നവരുടെ ഒരു പ്രത്യേകത, ഈ ഇവിടെ കലോത്സവ നേരിൽ ഏറ്റവും കൂടുതലുള്ളത് തിരുവനന്തപുരം ബ്യൂറോയിൽ നിന്നെത്തിയ റിപ്പോർട്ടർമാരാണ്. അപ്പോൾ നമുക്ക് ആ നാട്ടിൽ നിൽക്കുന്ന അതേ ഫീല്, കാരണം നമ്മളൊരു വർക്കിന് ബ്യൂറോയിൽ നിന്ന് ഒരുമിച്ച് ഒത്തുകൂടി ഒരു പൊതുസ്ഥലത്തേക്ക് ഒരു ബൈറ്റ് എടുക്കാൻ പോകുന്ന അതേപോലെ ഒരേ ഗസ്റ്റിലേക്ക് നമ്മളെല്ലാവരും, കൂടുതൽ ഞാൻ ഗസ്റ്റിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നിന്നത്, അപ്പോൾ ഗസ്റ്റിലേക്ക് അടുത്തെത്തുന്നു. അപ്പോൾ ഈ ഗസ്റ്റിനും നമ്മളെല്ലാവരും പരിചിതരായതുകൊണ്ട് അങ്ങനത്തെ ഒരു സന്തോഷം കൂടിയാണ്. എന്തായാലും കലോത്സവം ഒരു വൈവിധ്യം കൂടിയാണ് എന്ന് ആണ് എനിക്ക് പറയാനുള്ളത്. വൈബ് കൂടിയാണ്, നമുക്ക് പുതിയ തലമുറയുടെ ഭാഷ കടമെടുക്കാം, വൈബ് കൂടിയാണ്. മിഥുനെ നേരത്തെ ഒരു കോള് വന്നിരുന്നു, അപ്പം ഞാൻ ഓർത്തു അഖില സംസാരിച്ചതിന് ശേഷം മിഥുനിലേക്ക് എത്താം. മിഥുൻ ഇങ്ങനെ റിപ്പോർട്ടേഴ്സ് അല്ലേ, കാന്താര സിനിമ കാണാൻ പോയപ്പോൾ അവിടെ നിന്ന് പെട്ടെന്ന് ഇറങ്ങി ലൈവ് കൊടുക്കേണ്ടി വന്ന്, കല്യാണത്തിന് പോയപ്പോൾ അല്ലേ, അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ പങ്കുവച്ചു. അപ്പോൾ എന്തായാലും കലോത്സവം കൊല്ലത്തേക്ക് വന്നു, അതെന്തായാലും നമ്മൾ തട്ടേ കയറി. ഇന്ന് എന്തായാലും കൊടി ഇറങ്ങുകയാണ് ഈ കൗമാര കലാമാമാങ്കം. ഇപ്പൊ എന്താ പറയാനുള്ള കൊല്ലത്ത് നമ്മുടെ കൊല്ലം ബ്യൂറോയുടെ പ്രതിനിധി എന്ന നിലയിൽ, ഒപ്പം തന്നെ ഇത് കോർഡിനേറ്റ് ചെയ്തെന്ന് വെച്ചാൽ ഇത്രയും 2 മാസമായി ഇതിന്റെ ഒരുക്കം തുടങ്ങിയിട്ടല്ലേ, 2-3 മാസമായി. ഈ അവസാന ദിവസം എന്താ പറയാനുള്ള? ഞാനിപ്പോൾ ആലോചിക്കുകയായിരുന്നു, നിങ്ങൾ നമ്മുടെ ടീമൊക്കെ വരുന്നതിന് ഒരു തൊട്ട് തലേദിവസം ഇവിടെ ഏകദേശം സജ്ജീകരണമൊക്കെ ആയി വരുന്നതിന് തൊട്ട് മുമ്പുള്ളൊരു ദിവസം ഞാനും ഹരിയും കൂടെ വൈകിട്ട് ഇവിടെ നടക്കാനൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ, ഹരി, പിന്നെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ പറഞ്ഞു, നാളെ സമയമാകുമ്പോഴത്തേക്കിന് ഇവിടെ എന്തായിരിക്കും ബഹളം എന്ന് പറഞ്ഞു. അത് പറഞ്ഞത് മാത്രമേ ഓർമ്മയുള്ളൂ, പിന്നെ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് എന്തൊക്കെയോ നടക്കുന്നത്. ആ ഒരു സംഭവമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഒരാഴ്ച മുമ്പ് അല്ലെങ്കിൽ 4-5 ദിവസം മുമ്പ് അങ്ങനെ ഒരു ഡയലോഗ് പറഞ്ഞത് ഓർമ്മയുണ്ട്. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു, ക്ലൈമാക്സിലേക്ക് എത്തുകയായിരുന്നു. അപ്പോൾ പിന്നെ ഒരു സന്തോഷം, ഒരു ഉത്സവമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ മാറിപ്പോകുമ്പോൾ, വീടിൻ്റെ അടുത്തുള്ള ഒരു ഉത്സവം നടന്നിട്ട് മാറിപ്പോകുമ്പോൾ, നിങ്ങളൊക്കെ തിരിച്ചു പോകുമ്പോൾ നമ്മുടെ കുടുംബാംഗങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ വന്നിട്ട് തിരികെ അവരുടെ വീടുകളിലേക്ക് മടങ്ങി പോകുമ്പോൾ ഒരു സങ്കടമുണ്ടല്ലോ, അതുണ്ട്. എല്ലാവരെയും മിസ് ചെയ്യും, നമ്മുടെ ടീമിനെ മുഴുവൻ. അങ്ങനെ ഒരു ആളൊഴിഞ്ഞ കോവിലിലെ കൽവിളക്കായി മാറി എന്ന് പറയുന്ന പോലെ ഞങ്ങൾ ഇനി 3 പേരായിട്ട് കൊല്ലം ബ്യൂറോ മാറുകയാണ്. ഇത്രയും ദിവസം സജീവമായിരുന്നു നമ്മളെല്ലാം, തമാശയും കളിയും ചിരിയൊക്കെ ആയിട്ട്. അത് മിസ് ചെയ്യും, അതൊപ്പം കലോത്സവം മിസ് ചെയ്യും. അപ്പോൾ എന്തായാലും ഒപ്പം തന്നെ ഇപ്പോൾ വാർത്ത വായിക്കുന്ന അനുവാണ് നമുക്ക് ഡെസ്കിൽ നിന്ന് ഇതിൻ്റെ എല്ലാ കോർഡിനേഷനും അനുവാണ് സെറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അനു, ഒരു സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട്. മാത്രമല്ല നമ്മുടെ ഡെസ്കിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും എല്ലാവർക്കും താങ്ക്സ്. അപ്പോൾ എന്തായാലും നമുക്ക് വീണ്ടും, ഞാൻ പറഞ്ഞല്ലോ, ഈ മത്സരങ്ങളൊക്കെ വേദിയിൽ കാഴ്ചവെച്ചതിന് ശേഷം നമ്മുടെ പവലിയനിലേക്ക് മുന്നിലേക്ക് കുട്ടികൾ എത്താറുണ്ട്.